ജാപ്പനീസ് സമുറായി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ വിശുദ്ധനാകാൻ ജസ്റ്റസ് ഉഗോൺ. ജപ്പാനിലെ ഉയർന്ന സൈനിക വർഗമായ സമുറായി വിഭാഗത്തിൽ നിന്നുള്ള വാഴ്ത്തപ്പെട്ട ജസ്റ്റസ് ഉഗോണിന്റെ മധ്യസ്ഥതയിൽ നടന്ന അത്ഭുതങ്ങളെപ്പറ്റിയുള്ള അന്വേഷണം ആരംഭിച്ച് വത്തിക്കാൻ. അത്ഭുതം സ്ഥിരീകരിച്ചാൽ ആദ്യമായിട്ട് സമുറായിയായ ഒരാൾ കത്തോലിക്ക സഭയിൽ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടും. ഇത് സംബന്ധിച്ച വിവരം ജപ്പാനിലെ ഒസാക്ക അതിരൂപതയുടെ കർദിനാളായ തോമസ് അക്വിനാസ് വ്യാഴാഴ്ചയാണ് വെളിപ്പെടുത്തിയത്. ജസ്റ്റസ് ഉഗോണിന്റെ സ്മരണാർത്ഥം വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ഫിലിപ്പീൻസിലെ മനില കത്തീഡ്രൽ ദേവാലയത്തിൽ എത്തിയതായിരുന്നു അദ്ദേഹം. നൈജീരിയയിൽ ക്രിസ്മസിനോട് അനുബന്ധിച്ച് കൊല്ലപ്പെട്ടത് 160 ക്രൈസ്തവർ. നൈജീരിയയിലെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ശനിയാഴ്ച രാത്രി മുതൽ ക്രിസ്മസ് ദിനം വരെ നടന്ന ആക്രമണങ്ങളിൽ 160 പേരെ തീവ്രവാദികൾ കൂട്ടക്കൊല ചെയ്തു. ബാർഗില്ലാടി, ബോക്കസ്, മാങ്കു കൗണ്ടികളിലെ ഗ്രാമങ്ങളിലെ കൂട്ടക്കൊലകളിൽ വചനപ്രഘോഷകർ ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെടുകയും 100 കണക്കിന് വീടുകൾ നശിക്കപ്പെടുകയും ചെയ്തതായാണ് റിപ്പോർട്ട്. 2000 വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തു ജനിച്ചതും കലുഷിതമായ സാഹചര്യത്തിൽ വിശുദ്ധ നാട്ടിലെ വിശ്വാസികൾക്ക് ക്രൈസ്തവ നേതാക്കളുടെ ക്രിസ്മസ് സന്ദേശം. യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുൻപ് ജനിച്ചതും കലുഷിതമായ സാഹചര്യത്തിൽ ആയിരുന്നുവെന്ന് വിശ്വാസികളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വിശുദ്ധ നാട്ടിലെ ക്രൈസ്തവ നേതാക്കൾ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടയിൽ പുറപ്പെടുവിച്ച ക്രിസ്മസ് സന്ദേശത്തിലാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. 2.5 മാസമായി തുടരുന്ന യുദ്ധകലാപം ചിന്തിക്കാൻ പോലും സാധിക്കാത്ത വേദനയാണ് പ്രിയപ്പെട്ട വിശുദ്ധ നാട്ടിലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് നൽകിയിരിക്കുന്നതെന്ന് ജെറുസലേമിലെ ലാറ്റിൻ പാത്രിയാർക്കീസും ഗ്രീക്ക് ഓർത്തഡോക്സ് പാത്രിയാർക്കീസും അടക്കമുള്ളവർ എഴുതിയ സംയുക്ത സന്ദേശത്തിൽ പറയുന്നു. തടങ്കലിൽ കഴിയുന്ന ബിഷപ്പ് അൽവരസിന് വേണ്ടി പ്രാർത്ഥിച്ചതിന് വൈദികനെ അറസ്റ്റ് ചെയ്ത നിക്കരാഗൻ ഭരണകൂടം. ഡിസംബർ 24 നടന്ന വിശുദ്ധ കുർബാന മധ്യേ തടങ്കലിൽ കഴിയുന്ന ബിഷപ്പ് റൊണാൾഡോ അൽവരസിന് വേണ്ടി പ്രാർത്ഥിച്ചതിന് നിക്കരാഗൻ ഭരണകൂടം വൈദികനെ അറസ്റ്റ് ചെയ്തു. മതാഗൽപ കത്തീഡ്രലിന്റെ അസിസ്റ്റന്റ് വികാരി ഫാദർ ജാഗർ ഗൈഡോയെയാണ് നിക്കരാഗൻ സ്വേച്ഛാധിപത്യ ഭരണകൂടം 12 മണിക്കൂർ തടവിലാക്കിയത്. അമേരിക്കയിലേക്ക് നാടുകടത്തപ്പെട്ട 222 നിക്കരാഗക്കാരുടെ സംഘത്തിൽ വികാരിമാരായ ഫാദർ ജോസ് ഡൂയിസ്, ഡിയാസ് ക്രൂസ്, ഫാദർ സാഡിയൽ യുഗാറിയോസ് കാനോ എന്നിവരെ അറസ്റ്റ് ചെയ്യുകയും നാടുകടത്തുകയും ചെയ്തതിനെ തുടർന്നാണ് ഫാദർ ജാദർ ഗൈഡോയെ മതാഗൽപ കത്തീഡ്രലിന്റെ ചുമതല ഏൽപ്പിച്ചത്. 2000 വർഷങ്ങൾക്ക് ശേഷം ഇന്നും ക്രൈസ്തവ പീഡനങ്ങൾ തുടരുന്നു. വിശുദ്ധ സ്റ്റീഫന്റെ തിരുനാളിൽ പാപ്പ. 2000 വർഷങ്ങൾക്ക് ശേഷം ഇന്നും സഭയിൽ ക്രൈസ്തവർക്ക് നേരെയുള്ള പീഡനങ്ങൾ തുടരുന്നുവെന്ന് ഫ്രാൻസിസ് പാപ്പ. സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയായ വിശുദ്ധ സ്റ്റീഫന്റെ തിരുനാളിനോടനുബന്ധിച്ചാണ് മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞത്. മാർപ്പാപ്പ സമാധാനത്തിനായുള്ള തന്റെ ആഹ്വാനം പുതുക്കുകയും ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ നേരിടുന്ന പീഡനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. ഇന്ന് 2000 വർഷങ്ങൾക്ക് ശേഷവും നിർഭാഗ്യവശാൽ ക്രൈസ്തവർക്ക് നേരെയുള്ള പീഡനങ്ങൾ തുടരുന്നുവെന്ന് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ തടിച്ചുകൂടിയ വിശ്വാസികളോട് പരിശുദ്ധ പിതാവ് പറഞ്ഞു.